അങ്ങ് തെലുങ്ക് നാട്ടിൽ നിന്ന് നമുക്ക് പുതിയ ഒരു ട്രെയിലർ വന്നിരിക്കുകയാണ്. പവർ സ്റ്റാർ പവൻ കല്യാണിന്റെ OG, ദേ കോൾ ഹിം OG, അങ്ങനെയാണ് അവർ ടൈറ്റിൽ വെച്ചിരിക്കുന്നത്. പാട്ടുകളൊക്കെ തീ പാട്ടുകൾ, പാട്ടുകളെല്ലാം അടിപൊളിയാണ്. തമിഴാണ് ഒറിജിനൽ ഗ്യാങ്സ്റ്റർ, അങ്ങനെയാണ് അതിന്റെ ഫുൾ ഫോം എന്നാണ്. ഇവര് സാഹോയുടെ ഡയറക്ടർ. അതെ, പ്രഭാസിന്റെ സാഹോ എന്ന് പറഞ്ഞ സിനിമ ഡയറക്ടറാണ് സുജിത്ത്. അദ്ദേഹത്തിന്റെ അതെ, ഇത് കുറച്ച് നാളായിട്ട് ഇത് ഒരുപാട് ടോക്ക് ഉണ്ട്. ഇതുവരെയുള്ള പ്രൊമോസ് ഒക്കെ പൊളിയായിരുന്നു. സോ നമുക്ക് അതിന്റെ ട്രെയിലർ കണ്ടു നോക്കാം. തെലുങ്ക് ട്രെയിലറാണ്, സബ് ടൈറ്റിൽ ഇല്ല, നമ്മൾ കാണുകയാണ്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് സബ് ടൈറ്റിലിന്റെ ആവശ്യമില്ലല്ലോ, അല്ലേ? ആ, ആൾക്കാരെയാണ് പ്രകാശ് അർജുൻ ദാസ്. ഓ, ഇത് നല്ല വലിയ പ്രൊഡക്ഷൻ അല്ലേ? സുധേവൻ നായർ, ഇമ്രാനാഷ്മിയ വില്ലൻ. ആ, ഒരാളുണ്ട്, ഇറങ്ങണ ഒരാളേ ഉള്ളു. ആ പുള്ളി മനസ്സിലായോ? ഒന്നാമല്ല വില്ലൻ, ഒന്നാമല്ലേ ഓർമ്മണ്ട? మీ టాటూకి అర్థం ఏంటి? ഒരുപാട് വില്ലന്മാരുണ്ടല്ലോ. വില്ലന്മാർ അയ്യലിയാണ്, തോക്ക് വെടി പോക, അല്ലേ? ഇവരൊക്കെ എങ്ങനെ കൊല്ലുമായിരിക്കും? കോഹ്ലിയുടെ റീമേക്കാണോ? ഉണ്ട്, കുറച്ച് പീരീഡാന്ന് തോന്നുന്നു. ഇത് മറ്റേ ജവാന്റെ ക്യാമറമാൻ പുള്ളി അവനാണോ? നമ്മുടെ വിഷ്ണു അറിയത്തില്ല. ഓ, ചൈനാണോ? തമൻ സ്റ്റൈലാണ്. അതെന്തോ തീരങ്കിയോ? അല്ലല്ല, പുതിയ ടൈപ്പ് ഗണ്ണാണോ? അതന്നെ അവസാനം പെട്ടത് കാന്താര വൈവിലേക്ക് പോയത്. പിടിച്ചോണ്ട് നടന്നു വരുന്ന പിള്ളേർ. അതെ, ലാസ്റ്റത്തെ ആ ആക്ട് കുറച്ച്, അല്ലേ? ചിരിച്ചോണ്ട് പറയാം, അല്ലെങ്കിൽ തെലുങ്കുമാര് മനസ്സിലാക്കും നമ്മള്. അല്ല, അതാണ് ഇഷ്ടപ്പെട്ട പോലെ തോന്നുന്നത്. അത് അതുവരെ ഓക്കെ ആയിരുന്നേ, അത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. ലാസ്റ്റ് പെട്ടെന്ന് പുള്ളിക്ക് ബാധ കയറിയ പോലെ ഒരു ആക്ട്. അത് ഭയങ്കര സ്റ്റൈൽ ഇതായിരിക്കും. തമന്റെ മ്യൂസിക്കിന്റെ തോന്നുന്നു, പക്ഷെ ആ ബേസ് കിട്ടുന്നില്ലായിരുന്നു. തമന്റെ മ്യൂസിക്കിന് അതില്ല. തമന്റെ മ്യൂസിക് എപ്പോഴും മറ്റേ കൊടലിട്ട ശബ്ദം പോലെ. അറിയോ? അല്ല, മീൻസ് പുള്ളിക്ക് മറ്റേ മിഡ്സ് ഇങ്ങനെ പുള്ളിയുടെ ഈ മ്യൂസിക് ഒക്കെ ഇപ്പം മറ്റേ അനിരുദ്ധിന്റെ ഒക്കെ ആണെങ്കിൽ നല്ല ബേസ് ആണ് ശരിക്കും. പക്ഷെ ഇത് ആ മ്യൂസിക്കിനകത്ത് സാധനം ഉണ്ട്, പക്ഷെ പുള്ളി മിക്സ് ചെയ്യുമ്പോൾ അത് മറ്റേ എപ്പോഴും പുള്ളിയുടെ ഫൈനൽ മിക്സിൽ ഈ തമന്റെ എല്ലാ പാട്ടിന്റെ ഫൈനൽ മിക്സ് ഇവർ ഈ ബേസ് ഭയങ്കരമായിട്ട് ലോ ആക്കി അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അതെപ്പോഴും എനിക്ക് വേർബൊക്കെ കൂട്ടി നല്ല പാട്ടാണേലും ബേസ് ഇങ്ങനെ താഴെ അങ്ങ് കിടക്കുന്നു. ഇമ്രാൻ ഹാഷ്മി ശശിയാക്കാരുന്ന മതിയായിരുന്നു. അല്ല, പുള്ളി അവസാനം തല്ലിക്കൊല്ലുമായിരിക്കും, അത് ഉറപ്പാണ്. ലുക്ക്, പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഇതിനു മുമ്പ് ഇറക്കിയത് ഒരു വീഡിയോയിൽ, അത് ഭയങ്കര രസമായിരുന്നു, നല്ല രസം കേൾക്കാൻ. അപ്പോൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും പുള്ളി ഭയങ്കര രസമായിരിക്കും. പിന്നെ തെലുങ്ക് പടം ആണല്ലോ, വില്ലനൊക്കെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ചെയ്യാനില്ല, കുറേ പേരെ കൊല്ലുക, നായകൻ്റെ വീട്ടുകാരെ കൊല്ലുക, അണ്ണം വരുന്നു, പ്രതികാരം ചെയ്യുന്നു. പിന്നെ മറ്റേ പ്രിയങ്ക അരുൾമോഹൻ, പുള്ളിക്കാരുടെ തലവട്ടം കണ്ടാൽ എല്ലാവർക്കും ഇച്ചിരി പേടിയുള്ള കാര്യമാണ്. കാര്യം ഇച്ചിരി പടം എപ്പോഴും ഇങ്ങനെ കയ്യലപ്പുറത്ത് തേങ്ങ. അങ്ങനെയാണ് ഹീറോയിന്റെ തലവട്ടം ഇത് വളർത്തി വന്നാലേ എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ട്. ഇങ്ങനെ മിക്സ്ഡ് റിവ്യൂ ആയിരിക്കും മിക്ക സമയത്തും. എതിർക്കും തരുന്നവൻ
പുള്ളിക്കാരി ലാസ്റ്റ് ചെയ്യുന്ന മിക്ക പടത്തിനെ ലാസ്റ്റ് മറ്റേ പടം വലിയ കുഴപ്പമില്ലായിരുന്നു നമ്മുടെ സരിപ്പോതാ സിനിമാനം അത് തന്നെ. അതായത് എനിക്ക് തോന്നുന്നു കൂട്ടത്തിൽ ഇതുപോലെ കുറച്ച് പേർക്ക് ഇങ്ങനെ ഒരു കേഴ്സ് എന്നല്ല എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു ടോക്കാണ്, അവരുടെ ഒരു ടോക്കാണ് ഇൻഡസ്ട്രിയിൽ. അത് വർഷം പണ്ടോട്ടേ ഉണ്ട്, സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് നമ്മളിത് ട്രോളായിട്ടൊക്കെ ഇങ്ങനെ അറിയുന്നത്. ഇവരുടെ തലവട്ടം കണ്ടാൽ സിനിമ. ഇപ്പം പൂജ ഹെഗ്ഡയുടെ കാര്യം പറയത്തില്ലേ, പൂജ ഹെഗ്ഡയുടെ കാര്യം പറയുന്നത്, പൂജ ഹെഗ്ഡെ ഏതൊക്കെ പറഞ്ഞാൽ നമുക്ക് കൂലിയിലൊരു ഐറ്റം സോങ് മാത്രമേ വന്നുള്ളൂ, തറന്നു എന്ന് പറയുന്നല്ലേ. പൂജ ഹെഗ്ഡെ അടുത്ത് ചെയ്തതിൽ പറയുന്നുണ്ട്. അങ്ങനെ അത് അവരുടെ പ്രശ്നമൊന്നും അല്ല, ഈ സിനിമ ചെയ്യുന്നതിന് ഒരു കാരണം വേണം. നിർഭാഗ്യവശാൽ ഈ എല്ലാ പൊളിയുന്ന പടത്തിൽ ഇവരും അഭിനയിക്കുകയും ചെയ്യും, വീഴുന്നുണ്ട്. അതുകൊണ്ട് സംഭവിക്കും. ഇത് 25-ാം തീയതി റിലീസ് കണ്ടോ? അന്ന് നമ്മുടെ വിനുസ്നാഥർ കരമൊക്കെ റിലീസ് ഉണ്ട്. കരം അപ്പോൾ അന്ന് നമുക്ക് തിരക്കേറെ ദിവസം കേട്ടോ, ഓജിയും കാണണം. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇത് തെലുങ്ക് മാത്രമേ ഉള്ളതെന്നാണ് തോന്നുന്നത് സിനിമയ്ക്ക്, ഡബ്ബൊന്നും ഇല്ല ഇല്ലെന്നാണ് എൻ്റെ ഒരു. കൊച്ചി കാണും, കൊച്ചിയിലൊക്കെ 100% ഷൂട്ടായിട്ട് കാണും. റിവ്യൂ കണ്ടിട്ട് പോകല്ലേ? നോക്കാം. പവൻ കല്യാണം എല്ലാ പടങ്ങളും അത്യാവശ്യം മിനിമം ഗ്യാരണ്ടി അല്ലേ അവിടെ? ലാസ്റ്റ് ഇറങ്ങി പടം ഇറങ്ങിയത് ഹരഹര വീരമല്ലു. അല്ല അത് അല്ല പുള്ളി ആക്ച്വലി പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയതിന് ശേഷമേ, പൊളിറ്റിക്സിൽ ഇറങ്ങിയതിന് ശേഷം പുള്ളി ഇങ്ങനെ സിനിമയിൽ അങ്ങനെ സജീവമായിട്ട് തുടരാൻ പറ്റുന്നില്ല. പുള്ളി ഇങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് പുള്ളി ഇതിങ്ങനെ ഇല്ല അതിലൊന്നും. കാരണം ഇപ്പോൾ പുള്ളി ലുക്ക് തന്നെ ഉണ്ടല്ലോ, ഈ ഇപ്പൊ ഹരഹര വീരമല്ലുവിലും ഇതില് സെയിം ലുക്കാണ്, അതൊരു പീരിയഡ് സബ്ജക്റ്റാണ്. അപ്പം ഇതിലും എല്ലാത്തിലും പുള്ളിയുടെ ലുക്കൊക്കെ ഏറെക്കുറെ സിമിലറാണ്, മനസ്സിലായി. താടിയിൽ ഇച്ചിരി വെക്കുന്നു, അങ്ങനത്തെ ചെറിയ, കാരണം പുള്ളിക്ക് ഒരുപാട് ചേഞ്ചസ് ഒരുപാട് വരാൻ പറ്റുന്നത്. കാരണം ഇതിൻ്റെ എല്ലാത്തിനും ഷെഡ്യൂൾ എല്ലാം ഭയങ്കരമായിട്ട് കിടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് കുഴഞ്ഞു പറഞ്ഞ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇന്നത്തെ ട്രെയിലർ ലോഞ്ചിൽ ഒരു ഭയങ്കര രസകര ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഈ ട്രെയിലർ ലോഞ്ചിൽ പുള്ളി വരുന്നത് മറ്റേ കറ്റാന ബ്ലേഡ് വേണ്ട, അതില്ലേ പുള്ളിയുടെ കൂടെ മറ്റേ ബോഡി ഗാർഡൊക്കെ വരും. പുള്ളി അതിന് സ്റ്റേജിൽ കറക്കും, ബാക്കി നിൽക്കുന്നതിന് പുള്ളി കണ്ടായിരുന്നു. അത് കോമഡി സാധനമായിരുന്നു. അത് ഇതിൽ കൊണ്ടില്ല, പുള്ളിനെ ജസ്റ്റ് മിസ്സാ. ഇതിങ്ങനെ മറ്റേ കൈ വെച്ചിട്ട് ഇങ്ങനെ ഷോ കാണിക്കുക സ്റ്റേജിൽ നിന്ന്. മിനിമം ഗ്യാരണ്ടി എന്ന് പറയാൻ പറ്റത്തില്ല, പുള്ളി സംഭവങ്ങൾ ചെയ്യുന്നു, വർക്കായി